ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മഞ്ഞളിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും അറിവുകളും എല്ലാം ഒരു കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നട്ടേക്കണ കുറച്ച് മഞ്ഞളാണ്. ഇത് വളരെ കുറച്ചുള്ളൂ. ഒരു 40-50 കട മഞ്ഞൾ കാണും. അത്രേ ഉള്ളൂ. ഇത് നടണ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാലത്ത് മഴയൊക്കെ പെയ്തു തുടങ്ങണം. വേനൽ മഴയൊക്കെ പെയ്തു തുടങ്ങുന്ന സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി നന്നായിട്ട് വേനൽ മഴയൊക്കെ പെയ്ത് വരുമല്ലോ. ആ സമയത്ത് വേണം മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞു കഴിയുമ്പോൾ വേണം നമുക്ക് മഞ്ഞളൊക്കെ നടാനായിട്ട്. മഞ്ഞളിനെ ഇടവിളയായിട്ടും തനിവിളയായിട്ടും നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു തണലൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾ നമുക്ക് കൃഷി ചെയ്യാം. ഇപ്പോൾ പറമ്പിലൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രമാണല്ലോ എന്തെങ്കിലുമൊക്കെ നടാൻ എല്ലാവരും നടണം എന്നാണല്ലോ പറയണത്. നന്നായി വരുന്നതിനൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നടണം എന്നാണല്ലോ പറയണത്. അപ്പം അങ്ങനെ അല്ലാതെ തന്നെ ഒരു കുറച്ച് തണലൊക്കെ ഉണ്ടെങ്കിലും ചോലയാണെന്ന് കരുതി മഞ്ഞൾ നട്ടു എന്ന് കരുതി ഒരു കുഴപ്പമില്ല, മഞ്ഞൾ നന്നായിട്ട് വന്നോളും. ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇത് മഞ്ഞൾ നടണേന്ന് ഞാൻ പറഞ്ഞല്ലോ. നന്നായിട്ട് മഴ പെയ്ത് മണ്ണൊക്കെ അങ്ങ് നനഞ്ഞ് ആയി കഴിയുമ്പോഴാണ് വാരം മാടി അതിൽ മഞ്ഞൾ വിത്തുകളൊക്കെ നടേണ്ടത്. ഈ വാരം മാറുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാരം മാടാം. അത് കുമ്മായം ഇട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള മറ്റ് അണുക്കളൊക്കെ പോകുന്ന കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപൊക്കോളും. ഈ രോഗങ്ങൾ ഒന്നും അധികം നടുമ്പോൾ തന്നെ പെട്ടെന്ന് രോഗങ്ങളൊന്നും വരാതെയൊക്കെ ഇരുന്നോളും. പിന്നെ മഞ്ഞളിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം രോഗങ്ങൾ അധികം വരുന്ന ഒന്നല്ല മഞ്ഞൾ നമ്മൾക്ക് മനുഷ്യർക്ക് തന്നെ നല്ല പ്രതിരോധ ശേഷി ഉണ്ടാക്കി തരാനും അതിന് സ്വയം ഒരു പ്രതിരോധ ശേഷിയും ഉള്ള ഒരു ചെടിയാണ് മഞ്ഞൾ. ഇഞ്ചി എന്നൊക്കെ പറയുമ്പോൾ അതുപോലെയല്ല. ഇഞ്ചിയൊക്കെ പെട്ടെന്ന് തന്നെ പുഴുക്കേടും ഒക്കെ വന്നു പെടും. പക്ഷെ മഞ്ഞളിന് അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള അസുഖങ്ങളും പെട്ടെന്ന് പിടിക്കില്ല. ഇതുപോലുള്ള ഓരോ പുഴുക്കേടുകളാണ് മഞ്ഞൾ ഇത്രയും വലുതായതിന് ശേഷമായിരിക്കും ഇങ്ങനത്തെ പുഴുക്കേടുകളൊക്കെ വരുള്ളൂ. അപ്പം ഇതിന് ഇപ്പം പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ പുഴുക്കേടുകൾ പോലെ വന്നു പോയാലും ഇനിയിപ്പോൾ കണങ്ങൊക്കെ ആവശ്യത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് മൂത്ത് വരാനുള്ള ഇതുള്ളൂ. നേരത്തെ ഈ തണ്ടുകളൊക്കെ ഇനി ഉണങ്ങി പോവാനുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ഓരോ പുഴുക്കളൊക്കെ ഉണ്ടായി എന്ന് കരുതിയിട്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ ശല്യമൊന്നും ഇല്ലാത്തൊരു പുഴുവാണ്. ഇതിനെ തിരിച്ച് ഇതിലേക്ക് തന്നെ ഇട്ടേക്കാം. വലിയ ശല്യമൊന്നും ഇല്ലല്ലോ നമുക്ക്. മഞ്ഞൾ നടുന്നത് തുടങ്ങി അത് പറിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒരു 3 പ്രാവശ്യം അതിന് വളം ഇട്ട് കൊടുക്കണം. അതായത് നടണ സമയത്ത് അടിവളമായിട്ട് കുറച്ച് എല്ലുപൊടിയും ചാണകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട്. അത് ഇപ്പം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വീട്ടാവശ്യത്തിനായിട്ടൊക്കെ നടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഇട്ടില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുമ്മായം ഇടുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് വളം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് വിത്ത് നന്നായിട്ട് മുളച്ചൊക്കെ വന്ന് 2-3 ഇലയൊക്കെ ആവും. 1.5-2 മാസം ആവണ ഒരു സമയത്ത്. അപ്പോഴേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് വേണം അടുത്ത വളം ചെയ്യാനായിട്ട്. ആ വളം ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള പുല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുല്ലുകളെല്ലാം ഇതുപോലെ ഒക്കെ പുല്ലുകളൊക്കെ മുളച്ചൊക്കെ നിൽക്കും. ആ സമയത്ത് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേണം വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സൈഡിൽ നിന്നൊക്കെ മണ്ണൊക്കെ ഒന്ന് കയറ്റി വയ്ക്കണം. മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങടെ വേണം അങ്ങനെ വളം ചെയ്യാനായിട്ട്. ആ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടിയോ അല്ലെങ്കിൽ സ്റ്റെറാമീൽ അങ്ങനെയുള്ള എന്തായാലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ രാസവളങ്ങൾ അധികം വീട്ടാവശ്യത്തിനായിട്ട് ചെയ്യുമ്പോൾ രാസവളങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്.
നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും മഞ്ഞളിന് നല്ലതുപോലെ കണങ്ങൊക്കെ പൊട്ടി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഇതൊക്കെ മഞ്ഞളിൻ്റെ കണങ്ങുകളാണ്. ഇതൊക്കെ ഇനി ഒന്ന് മൂത്ത് വരണം. അപ്പോഴേക്കും മൂത്ത് വന്നിട്ടാണ് നമുക്കിത് മഞ്ഞൾ പറിക്കാൻ പറ്റുള്ളൂ. ജനുവരി അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോട് കൂടിയിട്ടൊക്കെ നമുക്ക് ഈ മഞ്ഞൾ മൂത്ത് പറിക്കാം. കണങ്ങുകളൊക്കെ നല്ലതുപോലെ മൂത്ത് പറിക്കാം. ആ സമയം ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെയിൽ വന്ന് ഇപ്പം തന്നെ ചെറിയ വെയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് തണ്ടുകളൊക്കെ ഓരോന്നൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ സമയം ആകുമ്പോഴേക്കും നല്ലതുപോലെ മഞ്ഞളിൻ്റെ തണ്ടുകളൊക്കെ ഉണങ്ങി നന്നായിട്ട് ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കും, നല്ലതുപോലെ ഉണങ്ങി. അപ്പോൾ അന്നേരത്ത് ആണ് നമ്മൾ ഈ മഞ്ഞൾ മൂത്തു എന്ന് മനസ്സിലാക്കി അത് പറിക്കേണ്ടത്. ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നട്ടേക്കണ മഞ്ഞളായതുകൊണ്ട് ഞങ്ങൾ വേറെ രാസവളങ്ങളോ അങ്ങനെയൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഒന്നും ഒരു രാസവളം പോലും ഇട്ട് കൊടുക്കാതെയാണ് ഈ മഞ്ഞൾ നട്ടേക്കണത്. അതിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തേക്കണ വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല മഴക്കാലത്ത് കോഴിവളം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഴിവളം ഇടുമ്പോൾ എപ്പോഴും നല്ല മഴയുള്ള സമയത്ത് വേണം കോഴിവളം ഇട്ട് കൊടുക്കാനായിട്ട്. കോഴിവളത്തിന് നല്ല ചൂടായിരിക്കും. മഴ ഇല്ലാത്ത ഒരു സമയത്ത് ഒരു കാരണവശാലും ഒന്നിനും കോഴിവളം ഇട്ട് കൊടുക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചാരം ഉണ്ടാകും. അപ്പോൾ ആ ചാരം നമ്മൾ വിറകൊക്കെ കത്തിക്കുന്ന ചാരം ഉണ്ടല്ലോ, ആ ചാരമാണ്. ആ ചാരം അതും ഇട്ട് കൊടുത്തേക്കും. ഇത്രയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ നടണ സമയത്ത് കുറച്ച് എല്ലുപൊടിയും ചാണകവും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നടുന്നത്. ഇത്രയുമാണ് ഈ മഞ്ഞളിന് ഞങ്ങൾ ചെയ്യുന്ന വളം. ഇപ്പോൾ ഇത്രയും മഞ്ഞളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിക്കുള്ള മഞ്ഞൾ ഇതിൽ നിന്ന് കിട്ടും. ഇത്രയും ഞങ്ങൾ ഓരോ വർഷവും മഞ്ഞൾ നട്ട് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ആണ് എല്ലാം വളവും ഇട്ട് കൊടുക്കാറ്. ചാരം മഞ്ഞളിന് നല്ലതാണ്. ഒരല്പ സ്ഥലവും സമയവും ഉള്ള ആർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മഞ്ഞൾ കൃഷി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വിഷരഹിതമായ മഞ്ഞൾപ്പൊടി വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.